ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ആവേശം യൂട്യൂബ് ചാനൽ. ലൈവിലേക്കല്ല വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ മാച്ചിൻ്റെ പോർച്ചുഗൽ വേഴ്സസ് DR കോങ്കോ എന്ന് പറയുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരങ്ങൾ ഇന്നലെ നടന്നത്. മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ അതിഗംഭീരമായിട്ട് കളിച്ചു. പക്ഷെങ്കിൽ ഒരു ആരാധകരാഗ്രഹിച്ചത്ര ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും ടീമിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. കാരണം CR7 റൊണാൾഡോയിലൊക്കെ ആയിരുന്നു അനേകം ആൾക്കാരുടെയൊക്കെ വിശ്വാസം. എന്നാലും റൊണാൾഡോ ഒന്നും ചെയ്യാൻ കഴിയാതെ കഴിഞ്ഞ 90 മിനിറ്റുകൾ അവസാനിപ്പിക്കേണ്ട വന്നു റൊണാൾഡോയ്ക്ക്. കോച്ചിൻ്റെ പറച്ചിൽ നിന്നായാലും എല്ലാം റൊണാൾഡോ ഇപ്പോൾ ഉള്ള താരത്തെ ടീമിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് കോച്ച് ടീമിൽ നിന്ന് സബ് ചെയ്യാത്തതെന്നും ഒക്കെ മത്സരത്തിന് ശേഷം കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും റൊണാൾഡോ ആ ഒരു ടീമിന് അത്ര പ്രധാനപ്പെട്ട താരമാണ്. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. റൊണാൾഡോയ്ക്ക് ഇന്നലെ അനങ്ങാനോ ഒരു ഷോട്ടോ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ആറാം മിനിറ്റിൽ ജാവോ നിവാസ് എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അവർക്ക് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തത് 6-ാം മിനിറ്റിൽ. പിന്നെ അത് കഴിഞ്ഞ് 45 നമ്മൾ ഇടവേളയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വിക്സ് എന്ന് പറയുന്ന ഒരു താരമാണ് കോങ്കോങ്ങിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. അന്നേരം എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ റൊണാൾഡോക്കും സംഘത്തിനും ഒരു അത്യാവശ്യം ഒത്തിരി മോശമൊന്നും പറയാൻ പറ്റത്തില്ല. അവർ കളിച്ചു, പാസിംഗ് അക്രോസ് ചെയ്യാനും എല്ലാത്തിനും റൊണാൾഡോയും ടീമുമാണ് മുമ്പിൽ. കാരണം പാസ് ഷോട്ടാണ് 9 ഷോട്ട് റൊണാൾഡോ ടീം എടുത്തിട്ടുണ്ട് പോർച്ചുഗൽ. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഹോങ്കോങ് ഒരു 8 ഷോട്ട് മാത്രമാണ് ഹോങ്കോങ് എടുത്തത്. അതിൽ 3 ടാർഗറ്റിലെത്തിക്കാൻ റൊണാൾഡോയ്ക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മാത്രമാണ് ഹോങ്കോങ് ടാർഗറ്റിലെത്തിച്ചത്. പിന്നെ പാസിംഗ് ആക്രോസും 75% പാസിംഗ് ആക്യുറസി റൊണാൾഡോയുടെ കയ്യിലുണ്ട്. ആ സംഘത്തിൻ്റെ കയ്യിലാണ് പാസിംഗ് ആക്യുറസിയും കാര്യങ്ങളും. പിന്നെ ആക്യുറസി അല്ല, പൊസിഷൻ 75%. പിന്നെ 25% ഹോങ്കോങ്ങിനുള്ളത്. പിന്നെ പാസ് നോക്കാൻ 769 പാസ്സാണ് ഈ 90 മിനിറ്റിനുള്ളിൽ റൊണാൾഡോയും സംഘവും പോർച്ചുഗൽ ടീം പാസ് ചെയ്ത് സെറ്റാക്കിയത്. പിന്നെ അവിടെ 222 പാസസാണ് നമ്മുടെ ഹോങ്കോങ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ പാസിംഗ് ആക്യുറസി 93% പാസിംഗ് ആക്യുറസി പോർച്ചുഗലിലുണ്ട്. പിന്നെ 81% ഹോങ്കോങ്ങിനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാത്തിനും റൊണാൾഡോയും ടീമുമാണ് മുമ്പിൽ. പിന്നെ ഫൗൾ നോക്കുകയാണെങ്കിൽ 9 ഫൗളാണ് പോർച്ചുഗലിനുള്ളത്. 1 ഫൗളാണ് നമ്മുടെ 9 ഫൗള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോർച്ചുഗലും ഹോങ്കോങ്ങും 9 ഫൗൾ വെച്ചുണ്ട്. പിന്നെ 3 യെല്ലോ കാർഡ് പോർച്ചുഗലിനുണ്ട്, 1 യെല്ലോ കാർഡ് ഹോങ്കോങ്ങിനുണ്ട്. പിന്നെ റെഡ് കാർഡ് ഉണ്ട്. പിന്നെങ്കിൽ ഓഫ് സൈഡ് 3 ഓഫ് സൈഡിലാണ് പോർച്ചുഗൽ പെട്ടത്, 2 ഓഫ് സൈഡിൽ ഹോങ്കോങ്ങും. പിന്നെ 5 കോർണർ, 4 കോർണർ ഹോങ്കോങ്ങും. മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാ സ്റ്റാറ്റിലും ഒരു പോർച്ചുഗലിൻ്റെ ആധിപത്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഫൈനലിലോട്ട് എത്തുമ്പോൾ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം റൊണാൾഡോയ്ക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയാത്ത പല അവസരങ്ങളും നമ്മൾ കണ്ടതാണ്. പ്രായത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്നാലും അടുത്ത മത്സരം പോർച്ചുഗലിന് ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് അടുത്ത മത്സരം. അത് 23-ാം തീയതി ജൂലൈ 23-ാം തീയതിയാണ് ആ മത്സരം. ജൂൺ 23-ാം തീയതിയാണ് 22-ാം തീയതി എങ്ങാണ്ടാണ് ആ ഒരു മത്സരം നടക്കുന്നത്. അന്നേരത്തേക്കും ടീം സെറ്റാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആരാധകർക്കും ആ ഒരു റൊണാൾഡോ ഫാൻസിനും CR7 ഫാൻസിനും എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്ത നൽകാൻ റൊണാൾഡോ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.